Hello friends, welcome to channel goodhappenshereajay channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ തന്നെയായിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയായിരിക്കും ഇടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടായിരിക്കും സാധ്യതയുണ്ട്. നിങ്ങളുടെ വാട്സാപ്പിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഴയ നമ്പർ ഉപയോഗിച്ച നമ്പർ നിങ്ങളതിൽ സേവ്ഡ് ആണെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കാണാം. വേറെ ആൾക്കാരുടെ പ്രൊഫൈൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണാൻ വേണ്ടിയിരിക്കും. എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ നമ്പറിൽ എത്ര ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ ഒരു മെയിനായിട്ടുള്ളൊരു പ്രൈവസി ഇഷ്യൂ ആണെന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ വേറെ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ത്രെട്ടല്ലേ, ഒരു എന്താ പറയുക ത്രെട്ട് തന്നെയാണ്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പുതിയ സംഭവമാണ് ആക്ച്വലി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു വെബ്സൈറ്റ് തുടങ്ങിക്കുന്നത്. Taf-Cop എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. അതായത് ടെലികോം അനാലിസിസ് ഫോർ ഫ്രോഡ് മാനേജ്മെൻറ്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തുടങ്ങുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ എന്താ പറയുക ഗൂഗിളിൽ പോയിട്ട് Taf-Cop എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ Taf-Cop അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കിട്ടും. അതിൽ നിങ്ങൾക്ക് കൺസ്യൂമർ പോർട്ടൽ എന്ന സംഭവം കിട്ടും. അത് ഹോം പേജിൽ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ. ഇപ്പോൾ അത് ആക്ച്വലി വന്നിരിക്കുന്നത് ആന്ധ്രയിലും കേരളയിലും അതുപോലെ തന്നെ രാജസ്ഥാൻ, തെലങ്കാന ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷേ ഓൾ ഇന്ത്യ ആക്റ്റീവ് ആവും, റീസെൻ്റ്ലി തന്നെ ആക്റ്റീവ് ആവും. തൊട്ട ചെറുതായിട്ട് ഇപ്പോൾ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇതെന്താ സംബന്ധിച്ച് നിങ്ങൾ ഈ പേജിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി നമ്മുടെ മൊബൈലിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ കാണിച്ചു തരാനുള്ളതൊന്നുമില്ല, ജസ്റ്റ് ആ ഹോം പേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞു പോയി. ഞാൻ വേണമെങ്കിൽ ഇവിടെ സൈഡിൽ സ്റ്റെപ്പായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ Taf-Cop എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റിൽ ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോം പേജ് പോലെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് അവിടെ എൻ്റർ ഫോൺ നമ്പർ എന്നൊരു സംഭവം ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. ആ OTP നമുക്ക് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറിലുള്ള സിം കാർഡ് എന്ന് വെച്ചാൽ ഫോൺ നമ്പേഴ്സ് അവിടെ ഇത് കാണിക്കും. ഞാൻ എൻ്റെ ഉള്ളത് ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ മാക്സിമം ഇപ്പോൾ 10ൻ്റെ അബോവൊക്കെ ഉള്ളവർക്കൊക്കെ ആക്ച്വലി ഇപ്പോൾ SMS നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ട്. പണ്ടെടുത്തതും അതൊക്കെ കട്ട് ചെയ്തവരൊക്കെ. പക്ഷേ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി ഇൻആക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയുക സിം കാർഡും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി 6 മാസം കഴിയുമ്പോൾ കട്ടായി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്ത നമ്പർ വേറെ ആൾക്കാർ നമ്മൾ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ വാട്സപ്പിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ആ നമ്പറിൽ വേറെ ആൾക്കാരുടെ ഫോട്ടോ വരുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് വേണം, നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് വേണം അതൊരു കൊടുക്കാൻ. അത് തന്നെ പോട്ടെ, അത് തന്നെ പറഞ്ഞിട്ടല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ അങ്ങനെ ഈ OTP അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറിലുള്ള സിം കാർഡ് നമ്പേഴ്സ്, അതായത് മൊബൈൽ നമ്പേഴ്സ് ഫുൾ അവിടെ കാണിക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതപ്പോൾ നമ്മൾ ഏതൊക്കെ ഇൻആക്റ്റീവ് ആണ് എന്നൊക്കെ അറിയാം. അപ്പോൾ അധികം കാലം ഇൻആക്റ്റീവ് വെക്കാത്ത നമ്പറൊക്കെ നിങ്ങൾ അതിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഇത് ഞങ്ങളുടെ നമ്പറല്ല, നമ്മുടെ നമ്പറല്ല വന്നെങ്കിൽ നമുക്ക് അതിൽ റിപ്പോർട്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഇത് നമ്പറല്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് അത് റിപ്പോർട്ട് ആയിക്കോളും. അത് അവർ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്തോളും. അതുപോലെ നമ്മളൊരു ശരിക്കും ഒരു കൺസ്യൂമർ സേഫ്റ്റി പ്രൊട്ടക്ഷന് വന്നേക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ നോക്കിയപ്പോൾ എനിക്ക് ആക്ച്വലി 3 നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്പർ എൻ്റെ പഴയ നമ്പറാണ്. അത് ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നില്ല, അതൊക്കെ കട്ടായി പോയിട്ടുണ്ട്. അത് ആക്ച്വലി ഇപ്പോഴും എടുക്കുന്നില്ല. നമുക്ക് അതിൽ കൊണ്ടുപോയിട്ട് നമുക്കതിൽ ആക്ച്വലി കാണിക്കാൻ പറ്റും. എന്തായാലും നമ്മുടെ മൊബൈൽ എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ക്ലിയർ ആവുമല്ലോ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ ലിങ്ക് നമ്മൾ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് URL ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് 5 കാറ്റഗറിയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് ട്രൈ നോക്കട്ടെ. അതുപോലെ തന്നെ ഗീവ് വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൊബൈലിൽ വന്നാൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഗൂഗിളിലേക്ക് കയറുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇവിടെ Taf-Cop ഉണ്ട്. Taf-Cop എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടെക്നൂസ് പോയി Taf-Cop അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ Taf-Cop കൺസ്യൂമർ പോർട്ടൽ എന്ന് കാണാം. അതിൽ ഡയറക്റ്റ് കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഹോം പേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. Taf-Cop പോർട്ടൽ ടെലികോം അനാലിസിസ് ഫോർ ഫ്രോഡ് മാനേജ്മെൻറ്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എംപവറിംഗ് കൺസ്യൂമർ സ്ട്രെങ്തനിങ് സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കറൻറ്റ്ലി ദിസ് ഫെസിലിറ്റി ഈസ് അവൈലബിൾ ടു ആന്ധ്രാപ്രദേശ്, കേരള, രാജസ്ഥാൻ ആൻഡ് തെലങ്കാന കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ പേരിൽ വരുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വരും കേട്ടോ. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തിട്ട് എൻ്റർ കൊടുത്തപ്പോൾ നമ്മുടെ OTPയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ OTP ഇത് അവിടെ വന്നുകൊണ്ട് OTP വന്നിട്ട് ഞാൻ OTP അടിക്കുകയാണ്. ഞാൻ വാലിഡേറ്റ് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ലിസ്റ്റ് ഓഫ് മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ഓൺ യുവർ ID എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ വന്നു. അപ്പോൾ യു മേ ചൂസ് ടു സെലക്ട് ദ നമ്പർ ദാറ്റ് ആർ നോട്ട് ഇൻ യുവർ നെയിം ഓർ നോട്ട് റിക്വയർഡ് സബ്മിറ്റ് യുവർ റിപ്പോർട്ട്. കണ്ടു, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പറാണെങ്കിൽ നോ ആക്ഷൻ ഇസ് റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാക്കിങ്ങിലായിട്ട് നമ്മുടെ 3 നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ നമ്പറല്ല, ഞാൻ ഓൾറെഡി ഇതെൻ്റെ ഇങ്ങനെ കൊടുത്തു. ദിസ് ഈസ് നോട്ട് മൈ നമ്പർ എന്നിട്ട് ഇത് നമുക്ക് എന്തെങ്കിലും കൊടുക്കുക. എൻ്റെ ആരുടെ പേരെന്ന് അറിയില്ല, ഒന്നെങ്കിൽ നമ്മുടെ പേര് കൊടുത്താലും മതി. എന്നിട്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ
ഇത് ഓൾറെഡി റിപ്പോർട്ടാവും. നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 2 എണ്ണം കൊടുത്താൽ അങ്ങനെ ഒരു മെസ്സേജും വരും റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ. നമ്മൾ ഈ 2 നമ്പർ നമ്മുടെ തന്നെയായിരുന്നു. ഇത് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മുടെ ഒരു നമ്മൾ വാട്സപ്പ് നമ്പറായിട്ട് നമ്മുടെ ഇതിന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ നമ്മളിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സുഖമായിട്ട് നമ്മുടെ വേറെ ആരെങ്കിലും നമ്പർ ഉപയോഗിക്കുന്നുണ്ടോ, നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് വേറെ കണക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു ആക്ച്വലി നല്ലൊരു വെബ്സൈറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. ഇതെല്ലാവരും ചെയ്തു നോക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫേസ് ചെയ്ത സംഭവം നിങ്ങൾ കുറേ പേരും കണ്ടിട്ടുണ്ടായിരിക്കുന്നത്. നമ്മൾ പണ്ട് ഉപയോഗിച്ച നമ്പറൊക്കെ ചിലപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ച് കാണാം. അപ്പോൾ അതെന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമുണ്ട്. അത് മറക്കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് Taf-Cop എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ 2ാം ചാനൽ കാണാത്തവർക്ക് പോയി നമ്മുടെ ചാനൽ ലിസ്റ്റിൽ കയറി നോക്കി നോക്കുക. നമ്മൾ പെറ്റ്സിൻ്റെയും ഫുഡിൻ്റെയും ഒക്കെ ഷോർട്സും അതുപോലെ തന്നെ ട്രെയിലർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളുടെ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.